ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക് ആദ്യം നൽകപ്പെട്ട ഇൽമ് കൽബിന്റെ ഇൽമാണ്. ഈ കൽബിന്റെ ഇൽമുമായിട്ട് ആദം നബി അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് വരുന്നത്. അങ്ങനെ കൽബിന്റെ ഇൽമുമായിട്ട് ആദം നബി അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അനുയായികളോട്, ആളുകളോട് ഈ ഇൽമു പ്രചരിപ്പിക്കുകയാണ്. കൽബിന്റെ ഇൽമ് ഇന്നതാണ്. നിങ്ങള് കൽബിലേക്ക് അള്ളാഹുവിന്റെ പേരിനെ നിങ്ങൾക്ക് കയറ്റാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ മോമിനിയങ്ങളായി എന്നുള്ള ഇൽമു പഠിപ്പിക്കുകയാണ് അവർക്ക്. പക്ഷെ അത് സ്വീകരിച്ചൊരു കൂട്ടക്കാരുണ്ട്. ആ സ്വീകരിച്ച് അത് അധ്വാനിച്ചുകൊണ്ട് നേടിയെടുത്ത ആളുകൾ മോമിനിയങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അവരാണ് ആദമിന്റെ ഉമ്മത്ത് എന്ന് പറയുന്നത്. എന്നാൽ അത് സ്വീകരിക്കാതെ നിന്നവര്, അത്തരം ആളുകൾ നിഷേധികളായി മാറി, കാഫര്യങ്ങളായി മാറി. എന്നാൽ ഒരു കൂട്ടക്കാരത് സ്വീകരിച്ച്, പക്ഷെ അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല, പ്രാക്ടീസ് ചെയ്തില്ല, അല്ലെങ്കിൽ അതിലെത്തിയില്ല. അങ്ങനെയുള്ളവര് മൂമിനിയങ്ങളെ മർത്തബയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ പല കൂട്ടക്കാരായി പിരിഞ്ഞു പോയി ആദം നബി അലൈഹി സ്വലാമിന്റെ കൗമ്. ഈ കൽബിനെ എങ്ങനെ ഹയാത്താക്കണം എന്നുള്ള ഇൽമ്, അതിന് ഏത് പദമാണ്, ഏത് അള്ളാഹുവിന്റെ നാമമാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ റൂഹിനെ ഹയാത്താക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് അനുയോജിച്ച അള്ളാഹുവിന്റെ അസ്മാഹ് ഏതാണ്, ഇസ്മ ഏതാണ്, ഇതൊക്കെയാണ് അള്ളാഹു പഠിപ്പിച്ച താഴെയും അദ്ദേഹത്തിന്, അല്ലാതെ വസ്തുക്കളുടെ നാമങ്ങളല്ല. ആദം നബി അലൈഹി ഇസ്ലാമിന് ഈ തലീമ് കിട്ടുകയാണെങ്കിൽ ആദം നബി അലൈഹി ഇസ്ലാം സാധാരണ മറ്റുള്ള ആദമങ്ങളെക്കാളും അവരെ കൗമിനേക്കാളും ഉയർന്നു പോവുകയാണ്. അങ്ങനെ ഉയർന്നു പോകുന്ന ആള് ഈ ഭൂമിയിൽ മാത്രം നിൽക്കൂല. ഈ ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് ഉയർന്നു പോകും. ആകാശത്തിൽ നിന്നും പറഞ്ഞ പോലെ അവർക്ക് മറ്റൊരു ലോകമുണ്ട്, മലക്കൂത്ത് ലോകം. അവിടേക്ക് ചെന്നെത്താൻ പറ്റും. അങ്ങനെ ആ ലോകത്ത് ചെന്നെത്താൻ പറ്റുന്ന ആദം അലൈഹി ഇസ്ലാമിന്റെ ആ ഉയർച്ചയിൽ എനിക്ക് വരാൻ പോകുന്ന ആ വിഷയത്തിൽ ചിന്തിച്ചോ നോക്കിയപ്പോ ഇബ്ലീസിന് അസൂയ വന്നു. കാരണം ഇബ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ജിന്നാണ്, ശൈത്താനാണ്. അതിന്റെ ഉള്ളിൽ എന്തില്ല, ഈ പറഞ്ഞ കൽബോ റൂഹോ അല്ലെങ്കിൽ സിറോ കഫിയോ അക്കഫിയോ ഒന്നുമില്ല. അപ്പൊ അവനെ അള്ളാഹുവിനോട് ആരാധിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അടുക്കാൻ സാധിക്കൂല, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂല. പക്ഷെ മനുഷ്യന് സാധിക്കൂ. ഇത് അസൂയ ഉണ്ടാക്കി ഇബ്ലീസിന്. അത് കാരണമാണ് ആദം നബി അലൈഹി സ്വലാമിനെ എതിർത്തത്. കാരണം ഇത് ദാത്തിയേറെ അസൂയാണ്. എനിക്ക് സാധിക്കാത്ത കാര്യം ആദമിന് എന്തിനാ അള്ളാഹ് കൊടുത്തു എന്നുള്ള തോന്നല്. ആ തോന്നലിൽ നിന്നാണ് ശത്രുക്കളായി മാറിയത്. ആദം നബി അലൈഹി സ്വലാമിനെയും പിന്തിരിപ്പിക്കും, പഴപ്പിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കളെ മുഴുവൻ ഞാൻ പഴപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ ഇൽമ ഹാസിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, എന്നേക്കാളും മുകളിലേക്ക് ഉയർന്നു പോകും. അവർ വലിയ വലിയ മർത്തബയിലെത്തും. അത് അവന് സഹിക്കാൻ പറ്റൂല. അതിന്റെ പേരിലാണ് ഇബ്ലീസ് മൊത്തം ആളുകൾ പഴപ്പിക്കുന്നത്. ആ പഴപ്പിക്കുന്ന മാർഗം ഈ മാർഗത്തിലേക്ക് വരുന്നതിനെ പഴപ്പിക്കുന്നത്. അതല്ലാതെ ബാഹ്യമായ വിഷയത്തിൽ മാത്രം അവൻ പഴപ്പിക്കുന്ന ഉദ്ദേശമില്ല. അങ്ങനെ ഉള്ളവര് മുമ്പേ ഉണ്ട്. ഈ 13,000 ചെല്ലാനോ ആദമികളെ ഇൽമുകള്, ആ ഇൽമുകൾ ഈ ഉമ്മത്തിൽ വന്നതുകൊണ്ട് അവനക്ക് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ അവനക്കില്ല. അവർക്കുള്ള പ്രയാസം ഈ ഇൽമിലേക്ക് കയറുമ്പോഴാണ്. ഈ ഇൽമിലേക്ക് കയറുന്ന സമയത്ത് മാത്രമാണ് അവന്റെ പ്രവൃത്തികൾ ലാഹിറാവുള്ളൂ. കാരണം അവിടെയാണ് അവന്റെ അറ്റാക്ക് വരിക. അതല്ലാത്ത കാര്യത്തിൽ അറ്റാക്കില്ല, ശത്രുതയില്ല, അവന്റെ കൂട്ടുകാരാണ് എല്ലാവരും. അപ്പൊ ഈ വിഷയത്തിലേക്ക്, ആത്മീയതയിലേക്ക് വരുന്ന സമയത്താണ് അവൻ ബ്ലോക്ക് ചെയ്യുക. അതാണ് അള്ളാഹുവിനോട് തർക്കിച്ച സമയത്ത് അവൻ പറഞ്ഞത്, എന്റെ സിറാത്തുൽ മുസ്തഖീം എന്നുള്ള വഴി ഞാൻ ഇരിക്കും, പതിയിരിക്കും എന്ന് പറഞ്ഞത്. അവരെ തടയുമെന്ന് പറഞ്ഞത് തടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളറിയുന്നില്ല എന്നുള്ളൂ. അതിൽ നിന്നും കഴിച്ചിലായി പോകുന്ന ആളുകൾ വളരെ ചുരുക്കേ ഉള്ളൂ. അവരാണ് ഇഖ്ലാസുള്ള ആളുകൾ, മുഖ്ലിസീങ്ങൾ. അവർ രക്ഷപ്പെട്ടു പോകും. കാരണം അവരെ പേരിൽ ഈമാൻ എഴുതി ചേർത്തിട്ടുണ്ടാവും. അവർക്ക് ഇത് ഹാസിലാക്കാൻ പറ്റും. അല്ലാത്തവർ ശൈത്താന്റെ കെണിയിൽ പെട്ടുപോകും, ഇബ്ലീസിന്റെ കെണിയിൽ പെട്ടുപോകും. നമുക്കിത് കൂടുതൽ വിശദമായിട്ട് പിന്നെ പറയാം. ഈ വിഷയങ്ങൾ നമ്മള് എന്റെ മെയിൻ ഹെഡിങ് മാത്രം പറഞ്ഞു പോകാം ഇൻഷാ അല്ലാഹ്. അപ്പോ ആദം അലൈഹി ഇസ്ലാമിന് ഇറക്കപ്പെട്ട ഇൽമ് ഈ ഇൽമാണ്, കൽബിന്റെ ഇൽമ്. പിന്നീട് ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഒരുപാട് പ്രവാചകന്മാർ എണീറ്റ് വന്ന് അവരെയൊക്കെ പഠിപ്പിച്ചത് ഇതേ ഇൽമ തന്നെയാണ്. അവർക്ക് 2 തരം ഡ്യൂട്ടി ഉണ്ട്. ഒന്ന് ബാഹ്യമായ ഡ്യൂട്ടി, ശരീരത്തിന് നിയമങ്ങൾ പഠിപ്പിക്കണം, അതും വേണമല്ലോ. അതേസമയം മെയിൻ ഉദ്ദേശം ഇത് പഠിപ്പിക്കലാണ്, ഈ കൽബിന്റെ ഇൽമ പഠിപ്പിക്കല്. കൽബിന്റെ തൈലീം ഇങ്ങനെ കൊണ്ടുപോയി കുറച്ചു കാലം ആദം നബി അലൈഹി സ്വലാമിന്റെ വിഷയത്തിൽ അല്ലാഹു തആല
അവിടെ എഴുതി രേഖയാക്കി വെച്ചിട്ടുണ്ട്. അത് നബി അലൈഹി സ്വലാം എത്ര ഉമ്മത്ത് വരുമെന്നുള്ളത്. ഉദാഹരണമായിട്ട് 10,000 എണ്ണം ആളുകൾ അദ്ദേഹത്തിന് ഉമ്മത്തായി വരും എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 1000 എണ്ണേ വന്നുള്ളൂ എങ്കിൽ ബാക്കി 9,000 എണ്ണം പൂർത്തീകരിക്കണം. പൂർത്തീകരിക്കാൻ എന്ത് വേണം? അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷമാണ് അവർ വരുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരിലേക്ക് ഹിദായത്ത് കൊടുക്കുന്ന ആളുകൾ അയക്കണം, ഔലിയാക്കൾ അയക്കണം. അതിനുശേഷം അവര് ഷെയ്ഖന്മാര് വരും. ആ ഷെയ്ഖന്മാര് വന്നുകൊണ്ട് അത് പൂർത്തിയാക്കും. 10,000 എണ്ണം പൂർത്തിയായി കഴിഞ്ഞാൽ ഉമ്മത്ത് പൂർത്തിയായി. അവസാനത്തെ ഒരാളെങ്കിലും ബാക്കിയാണ് ഈ ഷെയ്ഖില്ല എങ്കിൽ ആ ഒറ്റൊന്നിലേക്ക് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി ഷെയ്ഖ് വരും എന്തായാലും. അതും പൂർത്തിയാക്കിയിട്ട് ആ ഉമ്മത്ത് അവസാനിക്കുള്ളൂ. അങ്ങനെ ഉമ്മത്തിന്റെ താതാത് പൂർത്തിയായ ശേഷം അല്ലാഹു തആല അടുത്തൊരു പ്രവാചകനായിരിക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഉല്ലസിനികളായ പ്രവാചകന്മാർ ഇങ്ങനെ വന്നവരാണ്. മറ്റുള്ള പ്രവാചകന്മാർക്ക് ആ മഹത്വമില്ല. അവര് ഈ പ്രവാചകന്മാർ കൊണ്ടുപോകാൻ തലീമിനെ അതിൽ വന്ന തെറ്റുകൾ തിരുത്താൻ വരുന്ന ആളുകളാണ്, കറക്ഷൻ ചെയ്യാൻ വരുന്ന ആളുകൾ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന തൈലീം റൂഹിന്റെ തൈലീമാണ്. റൂഹിന്റെ ഇൽമ്, റൂഹിനെ എങ്ങനെ ഉണർത്താം എന്നുള്ള ഇൽമ്. ആദം നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്തിൽ ഒരാൾ പോലും റൂഹിനെ ഉണർത്തിയിട്ടില്ല. കാരണം അവരെ പരമാവധി ലിമിറ്റ് കൽബിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്ന സമയത്ത് റൂഹിന്റെ ഇൽമ് അദ്ദേഹം ജനങ്ങൾക്ക് പഠിപ്പിച്ചു. അതുവഴി ഒരുപാട് ആളുകൾ ആ മക്കാമിലേക്ക് ഉയർന്നു. അദ്ദേഹത്തിന് അത് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യ പടിയായ കൽബിന്റെ ഇൽമ് പഠിപ്പിക്കണം. കൽബ് പഠിഞ്ഞ ആളുകൾക്ക്, കൽബിന്റെ ആ ഫൈസ് പൂർത്തീകരിച്ച ആളുകൾക്ക്, കൽബ് ഹയാത്തായ ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ റൂഹിന്റെ ഇൽമ്. ആ റൂഹിന്റെ ഇൽമും പഠിച്ച് റൂഹിന്റെ ഇൽമ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് റൂഹിനെയും ഉണർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊണ്ടുപോകാൻ താല്യം പൂർത്തിയായി, അദ്ദേഹത്തിന്റെ ഉമ്മത്തായിട്ട് മാറി. അപ്പോ റൂഹിനെ ഉണർത്തിയ ആളുകളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്ത്. പക്ഷേ ആ ഉമ്മത്തിൽ അതിലെത്താത്ത ആളുകളുണ്ടാവും, കൽബ് മാത്രം ഉണർത്തിയ ആളുകളുണ്ടാവും. അപ്പൊ അവരെന്തല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന ഉമ്മത്തിന് ബരാബറായിട്ടില്ല. പകരം ആദം നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന ഉമ്മത്തിന് പകരക്കാരനാവുന്നത്. അപ്പൊ ആ മർത്തബ അവർക്കുള്ളൂ. എന്നാൽ ഒരു കൂട്ടക്കാർ ഇതിൽ രണ്ടിലെത്താത്തവരുണ്ട്. ബാഹ്യമായ ഇൽമ മാത്രം ഫോളോ ചെയ്ത ആളുകളുണ്ട്. അവരെന്തല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല. ഒരു കൂട്ടൊക്കെ നിഷേധികളുണ്ട്, അവര് കാഫിറാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മൂന്നാമത് മൂസാ നബി അലൈഹി സ്വലാം വരികയാണ്. അദ്ദേഹം കൊണ്ടുവന്ന തൈലീമ് മൂന്നാമത്തെ തൈലീമാണ്, മൂന്നാമത്തെ റൂഹിന്റെ തൈലീമാണ്. അതാണ് സിറിന്റെ തൈലീമ്. സിറും ഇതേ പടി തന്നെയാണ്. ആദ്യം കവാടമായ കൽബിലൂടെ കടക്കണം, പിന്നെ റൂഹിലെത്തണം, പിന്നെ സിറിനെ കുറിച്ച് പഠിക്കണം, അത് ഹയാത്താക്കണം. അതിനുശേഷം പിന്നെ വന്ന പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാമാണ്. അദ്ദേഹം കൊണ്ടുവന്ന തൈലീം അടുത്തുള്ള ലത്തായിഫിന്റെ തൈലീമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലത്തായിഫുൽ കഫിയ് ഇതിന്റെ തൈലീമാണ്. അത് കൊണ്ടുവന്ന് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമായി കൽബിന്റെ പഠിപ്പിക്കണം. കൽബ് ഹയാത്തായ കൂട്ടക്കാരിൽ നിന്നും റൂഹിന്റെ ഇൽമ് പഠിപ്പിച്ച് അവരെ ഹയാത്താക്കണം. റൂഹ് ഹയാത്തായ കൂട്ടക്കാരിൽ നിന്നും സിറിന്റെ ആളുകളെ തെരഞ്ഞെടുക്കണം. ആ കൂട്ടത്തിൽ നിന്നും അക്ഫയുടെ കൂട്ടക്കാരെ, അക്ഫയുടെ കഫീന്റെ കൂട്ടക്കാരെ തെരഞ്ഞെടുക്കണം. ഇങ്ങനെയാണ് ആ വഴി പോകുന്നത്. അവസാനം വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇൽമ് എന്ന് പറഞ്ഞാൽ അക്ഫന്റെ ഇൽമാണ്. അക്ഫന്റെ ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കാണാനുള്ള ഇൽമാണ്. അള്ളാഹുവിനെ കാണാനുള്ള ഇൽമ്, ആ കാണാനുള്ള ഇൽമ് കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകന്മാര് 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാരിൽ ഒരേ ഒരു പ്രവാചകൻ മാത്രമേ അള്ളാഹുവിനെ കണ്ടിട്ടുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ചാവിയുള്ളൂ, ഇസ്മുദ്ദാത്തിന്റെ ചാവി. ആ റസൂലുള്ളാഹിക്ക് അത് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മുസ്ലിം ആക്കണം. ആ മുസ്ലിമിനെ എന്താക്കണം? കൽബ് ഹയാത്താക്കിയിട്ട് മൂമിനാക്കി മാറ്റണം. മൂമിനായ ആ കൂട്ടക്കാരിൽ നിന്നും പിന്നെന്താക്കണം? അവരെ റൂഹിനെ ഹയാത്താക്കണം. റൂഹിനെ ഹയാത്തായവരിൽ നിന്നും പിന്നെ അവരിൽ തെരഞ്ഞെടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? സിറിനെ ഹയാത്താക്കണം. സിറ് ഹയാത്തായവരിൽ നിന്നും പിന്നെ എന്ത് ചെയ്യണം? കഫീനെ ഹയാത്താക്കണം. കഫീ ഹയാത്തായവരിൽ നിന്നും അക്ഫനെ ഹയാത്താക്കണം. അങ്ങനെ ആരെങ്കിലും ഒരാള് അക്ഫ എന്നുള്ള ആ റൂഹിനെ, ആ ലത്തായിഫിനെ ഹയാത്താക്കി എങ്കിൽ അദ്ദേഹം പരിപൂർണനായി. റസൂലുള്ളാഹിന്റെ ഉമ്മത്തില് റസൂലുള്ള കൊണ്ടുവന്ന തൈലീം പ്രകാരം കംപ്ലീറ്റ് ആയി. അത്തരക്കാര് ഈ ഉമ്മത്തിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ റസൂലിന്റെ ഉമ്മത്താണ്. അതല്ല, അതിലേക്ക് എത്താൻ പറ്റാതെ 4ാമത്തെ സ്റ്റേജ് വരെ എത്തിയവരാണെങ്കിൽ റസൂലിന്റെ ഉമ്മത്തല്ല, ഈസാ നബിന്റെ ഉമ്മത്താവുന്നുള്ളൂ. അതല്ല, വെറും കൽബ് മാത്രം ഹയാത്തായ ആളുകളാണെങ്കിൽ ഒരു ആദം നബിന്റെ ഉമ്മത്താവുന്നുള്ളൂ.
കൽബും ഹയാത്താവാത്ത ആളുകളാണെങ്കിൽ അവരാരാണ്? ആദം നബി അലൈഹി സ്വലാം മുമ്പുള്ള കൗമുണ്ട്, 1499 ആദമിന്റെ കൗമ്. അവർക്ക് ബരാബറാവുന്നില്ല, അവരെ സ്റ്റാറ്റസ് അവർക്കുള്ളൂ. ഞങ്ങള് മുഹമ്മദ് ഉമ്മത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് അവർ മുഹമ്മദ് ഉമ്മത്ത് ആവൂല. ഇബ്ലീസിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ മനുഷ്യനെയും ഇതേപോലെ ആക്കുക. കൽബ് ഹയാത്താവാതെ പ്രാചീന ആദം അലൈഹിസ്സലാമിന്റെ ആദമികളെ മക്കളായിട്ട്, ആദമികളെ കൗമുകളായിട്ട് അവരെ പോലെ ആക്കി മാറ്റുക. അവരെ പോലെ ആക്കി മാറ്റുന്ന ഷെയ്ത്താന്റെയും അവരെയും ലെവൽ ഒരേപോലെയാണ്. ഷെയ്ത്താനിലും കൽബില്ല, അവരിലും കൽബില്ല. കൽബുണ്ട്, കൽബിനെ തഴയുമില്ല. രണ്ടാണ് സ്റ്റാറ്റസ് ഒന്നാണ്. ഷെയ്ത്താന്റെ ലക്ഷ്യം അതാണ്. അതല്ല അള്ളാഹുവിന്റെ ലക്ഷ്യം എന്താണ്? പ്രവാചകന്റെ ലക്ഷ്യം എന്താണ്? 1.5 ലക്ഷം വരുന്ന പ്രവാചകന്മാര് മുഴുവൻ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ മഷായിക്കന്മാർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? മനുഷ്യനെ ഇതിലേക്ക് എത്തിക്കല്. ഇതിലേക്ക്, ഈ പരിപൂർണതയിലേക്ക്. പക്ഷെ മനുഷ്യനെ സമ്മതിക്കൂല. സമ്മതിക്കാത്തതിന് കാരണം നമ്മളിലുള്ള അനാനീയത്ത്, ശൈത്താനീയത്ത്, ഹയവാനീയത്ത് ഒക്കെയാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഇത് ഇതിന്റെ അസൽ വിഷയം പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് എഴുതി വെച്ചാൽ മതി, സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഈ താലീം വെച്ചിട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇബ്ലീസ് വിജയിച്ചു നിൽക്കുന്ന അവസ്ഥയാണോ ഇപ്പം, അത് പരാജയപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണോ എന്നുള്ളത്. ഇബ്ലീസിന്റെ കയ്യിൽ ലോകം കീഴടങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇത് വെച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇത് എത്രത്തോളം ഖിയാമത്തിനോട് അടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. നമ്മളിപ്പോ ഇത് പറഞ്ഞ കാര്യങ്ങൾ 5 ആത്മാക്കളെ കാര്യങ്ങളാണ്. നെഞ്ചിലുള്ള 5 ആത്മാക്കള്, തലയിലുള്ള ഒരു ആത്മാവ്, മൊത്തം 6 ആത്മാക്കള്. ഈ 6 ആത്മാക്കൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ഉപരിലോക ആത്മാക്കൾ എന്ന് പറയുന്നത്. അരസി അർവാഹി, സമാഹി അർവാഹി എന്ന 2 തരത്തിലുള്ള അർവാഹുകളുണ്ട്. അതിൽ സമാഹി അർവാഹുകളാണ് ഈ പറഞ്ഞത്. അരസി അർവാഹി നാളെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. എന്നാൽ അധോലോകാത്മാക്കളും ഉണ്ട്, അതേപോലെ തന്നെ ഉപരിലോകാത്മാക്കളും ഉണ്ട്. ഉപരിലോകാത്മാക്കളാണ് ഈ പറഞ്ഞ 6 എണ്ണം. ഈ 6 എണ്ണം മനുഷ്യന് ആ ലോകത്തു നിന്ന് വന്നതാണ്, ആലം ജബ്രൂത്ത് നിന്ന് വന്നതാണ്, അല്ലാതെ ഭൂമിയിൽ ഉണ്ടായതല്ല. അവിടെ നിന്ന് അള്ളാഹു പറഞ്ഞയച്ചതാണ്. റൂഹിന്റെ ഗേഹം ജബറൂത്താണ്, പക്ഷെ ബാക്കിയുള്ള ലത്തായിഫിന്റെ ഗേഹങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ പൊതുവായി നമുക്ക് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടിക്കാണ്ട് ആ ലോകത്തു നിന്ന് വന്നതാണ്, ഭൂമിയിൽ നിന്ന് വന്നതല്ല. നാസൂത്തിലേക്ക് വന്നതാണ് അവര്. നാസൂത്തിൽ അവർ ഗസ്റ്റാണ്, അവർ അതിഥികളാണ്, വിദേശികളാണ്. ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി പറയാം. അസ്സലാമു അലൈക്കും.